ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തിയപ്പോ മീഡിയ വണ്ണുകാരെന്നോട് ചോദിച്ചു കുറെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിനുള്ളിൽ കുറച്ച് വർഗീയതയുണ്ട്. ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഏത് പത്രമാണ്, ഏത് ചാനലാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹം പറഞ്ഞു മീഡിയ വണ്ണാണെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തെ വെറുതെ വിടുക. അങ്ങനെയാ പറഞ്ഞത്, കേരളത്തെ വെറുതെ വിടുക. വർഗീയതക്കെതിരായി ശരിയായ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നിഷ്കളങ്കരായ ജനതയുള്ള ഒരു നാടാണ് കേരളം. ഈ കേരളത്തിൽ പേരും വിഷം തെളിനീരൊഴുകുന്ന കേരളത്തിന്റെ നദികളിലൂടെ ഈ പെരും വിഷം നിങ്ങൾ കുത്തിയിറക്കരുത്, നിങ്ങൾ ഈ കേരളത്തെ രക്ഷിക്കൂ എന്ന് ഞാൻ ആ മീഡിയ വണ്ണുകാരനോട് പറഞ്ഞു. കാരണം വർഗീയതയാണ് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ അപകടം. ഞാൻ ഒരു കാര്യം ഈ ജാതിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല. ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ പൈതൃകമായിട്ട് പുതിയ തലമുറ ഉൾപ്പെടെ കൊണ്ടു നടക്കുന്ന ഈ വർഗീയതക്കെതിരായ മതനിരപേക്ഷതയ്ക്കു വേണ്ടിയുള്ള മാനവീയതയും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും നിലനിർത്താൻ വേണ്ടി നടത്തുന്ന കേരളത്തിന്റെ ശ്രമം, ആ ശ്രമം വിജയിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, പിന്നെ കേരളമില്ല. ചെറിയ അപകടമാണ് നിങ്ങൾ ധരിക്കണ്ട. ഇത് വിഷം വളരെ കുറച്ചേ വേണ്ടൂ. സമൂഹം അങ്ങനെ പടർന്നു കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തെളിനീരൊഴുകുന്ന 44 പുഴയുണ്ട് ഇവിടെ, നദി. ആ നദിയിൽ ഓരോ തുള്ളി ഉറ്റിച്ചാൽ മതി ഈ വിഷം. കടവൂള സർപ്പത്തിന്റെ വിഷം പോലെയാണ് ഈ വിഷം, വർഗീയ വിഷം. അതിൽ BJP, RSS, സംഘപരിവാർ ഓരോരോ പേരിൽ ഇവിടെ ആ വിഷം കുത്തിയിറക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ന്യൂനപക്ഷത്തിന്റെ പേരും പറഞ്ഞിട്ട്. പിന്നെ ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞിട്ട് കാസയുണ്ട്. ഈ 3 വിഭാഗങ്ങളും നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന്റെ അന്ത്യത്തിനു വേണ്ടി ഓരോരുത്തരും അപരരെ സൃഷ്ടിക്കുകയാണ്. അപരവിദ്വേഷം. അതാണ് എല്ലാ വർഗീയവാദികളും ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മുസ്ലിമിനെതിരായിട്ട്, മുസ്ലിം ഹിന്ദുവിനെതിരായിട്ട്, ഹിന്ദു അതേപോലത്തെ ക്രിസ്ത്യാനി മുസ്ലിമിനെതിരായിട്ട്, ഹിന്ദുവിനെതിരായിട്ട്. ഇതെല്ലാം അപരന്മാരെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ശത്രുവായി പ്രഖ്യാപിക്കുകയാണ്. അവരെ നേരിടാനുള്ള ആഹ്വാനമാണ്. പിന്നെ അവിടെയാണ് വർഗീയ കലാപങ്ങൾ. 10 വർഷമായിട്ട് ഇവിടെ വർഗീയ കലാപം നടക്കാത്തത് ഈ ജനതയുടെ മാനസിക നിലയും ഗവൺമെന്റിന്റെ കർശനമായ സമീപനവും കൊണ്ടാണ്. ഇനി ഞാൻ പറയാം, നമുക്കിതിനെ പ്രതിരോധിക്കണം. ഞാൻ പറഞ്ഞു വെച്ചു, ഇല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. പ്രതിരോധിക്കാൻ എന്താ വഴി? ആശയ പ്രതിരോധം തന്നെയാണ്. RSകാരനും BJPക്കാരനും സംഘപരിവാർ വിഭാഗം പല പേരിലാണ്. ഓരോ ജാതിയെ സംഘടിപ്പിക്കുകയാണ്, ഓരോ വിഭാഗങ്ങളാക്കി അവരെ തുരുത്താക്കി മാറ്റുകയാണ്. എന്നിട്ട് അവസാനം വർഗീയവൽക്കരിക്കാനാണ് ശ്രമം. ഇതിനെതിരായി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ RSSനെതിരായിട്ട് പറഞ്ഞാൽ, BJPക്കെതിരായിട്ട് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ളതാണ് എന്നാണ് RSകാരന്റെ വാദം. കൊടും വിഷം ഈ കേരളത്തിൽ കുത്തിച്ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ട് പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരായിട്ടാണെന്നാണ് പ്രചരണം. കാസക്കെതിരായിട്ട് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിക്കെതിരായിട്ടാണെന്നാണ് പ്രചരണം. ഒന്നുമല്ല. ഞങ്ങളിവിടെ കാണുന്ന മുഴുവൻ മനുഷ്യരും ഇവിടെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവരെല്ലാം വിശ്വാസികളാണെന്ന് എനിക്കറിയാം. മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞത്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ വിശ്വാസികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വർഗീയതക്കെതിരായി പൊരുതാനാവില്ല. ഇനി വർഗീയവാദികൾ എന്ന് പറയുന്നത് വിശ്വാസികളല്ല. നിങ്ങളുടെ മുമ്പിൽ ചൊട്ടയൊക്കെ ചൊട്ട് വരുന്നുണ്ടല്ലോ ഓരോരുത്തൻ. അവനൊന്നും ഒരു വിശ്വാസമുള്ള കൂട്ടത്തിലല്ല. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, രാഷ്ട്രീയ അധികാരം. രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാൻ ജാതിയും മതവും വിശ്വാസവും ഉപയോഗിക്കുന്ന
വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. ഇത് രണ്ടും തമ്മിൽ നല്ലപോലെ തിരിച്ചറിയണം. വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പം നിർത്തിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന വർഗീയവാദികളെ ചെറുക്കാനാവുക. അങ്ങനെ ചെറുക്കണമെന്ന ആഹ്വാനമാണ് ഈ ലോകത്തെമ്പാടുമുള്ള മതനിരപേക്ഷവാദികളുടെ ആഹ്വാനം. അതിന്റെ ഒപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത്.